ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. ജലജ അബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോള് വരുന്നത്. അത് നവ്യയ്ക്ക് വയറുവേദന തുടങ്ങിയിട്ടുണ്ട്, പെയിൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് കനകയോ ഗോവിന്ദനോ വിളിച്ചതാണ് കേട്ടോ. ആ കാര്യം ജലജയോട് പറയുമ്പോൾ ജലജയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവൾക്ക് പ്രസവവേദന തുടങ്ങി, നിനക്കാണല്ലോ വേദന, അങ്ങോട്ട് ചെല്ല്, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തോടെ പറയും. അത് മൈൻഡ് ചെയ്യാതെ അബി അങ്ങ് പോകുന്നുണ്ടേ. തീരെ ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക് ഇതൊന്നും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയാണ്. അപ്പോൾ നയന പറയാണ്, ഈ കാര്യങ്ങളൊന്നും ചേച്ചീനെ അറിയിക്കാൻ പറ്റില്ല, ചേച്ചിക്കാണെങ്കിൽ ഇന്നോ നാളെയോ പ്രസവം നടക്കും എന്ന് പറഞ്ഞാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ടെൻഷനാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇപ്പോൾ അബി സ്നേഹിക്കുന്നതിൻ്റെ നല്ല മാറ്റം കാണാനുണ്ട് അവളുടെ മുഖത്ത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അവളോട് പറയണ്ട, അവൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലട്ടെ, സുഖപ്രസവം നടക്കട്ടെ, എന്നിട്ട് നമുക്കിതൊക്കെ തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അബി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ദേവയാനി നയനയോടൊന്ന് മാറി നിൽക്കാൻ പറയും. എന്നിട്ട് അബി അടുത്ത് വരുമ്പോൾ നീ എങ്ങോട്ട് പോവാടാ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നവിക്ക് പെയിൻ തുടങ്ങി, എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു, പെയിൻ കൂടുതലാണ്, ഞാൻ ചെല്ലുന്നതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടുന്ന് പോവാം. അബി അങ്ങ് പോയി കഴിയുമ്പോൾ ഈ കാര്യം കേൾക്കുമല്ലോ നയന. അന്നേരം നയന ദേവയാനോട് വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിക്ക് പെയിൻ കൂടുതലാണെങ്കിൽ, ഇനിയിപ്പോൾ പ്രസവം നടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഇതൊക്കെ ചേച്ചി അറിയാതെ ഇരുന്നാൽ മതിയായിരുന്നു, അബിയുടെ സ്വഭാവം മാറാതെ എന്നും ഇങ്ങനെ സ്നേഹത്തിൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവുകയാണ്. ദേവയാനിക്കാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. വയറുവേദന തുടങ്ങി, പെയിൻ തുടങ്ങി എന്നൊക്കെ കേട്ടതിൻ്റെ ആവാം. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയ്ക്ക് നല്ലതായിട്ട് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. കനകയുടെ മടിയിൽ കിടക്കുവാണ്. അതുപോലെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ഗോവിന്ദൻ. അപ്പോഴേക്ക് അബി അങ്ങോട്ട് വരും കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, അവൻ ഇപ്പോൾ തന്നെ വരും കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ടായിരുന്നു കനക. എന്തായാലും അബി വരുമ്പോഴേക്കും തീരെ വയ്യ എന്ന് പറയുവാണ് നവിക്ക്. അബി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞ് നവീനെയും കൊണ്ട് പോവുകയാണ്. അന്നേരം അബി പറയുന്നുണ്ട്, അമ്മയും കൂടെ വന്നോ കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വരാം എന്ന് പറയും. ഇത് ഗോവിന്ദനോട് പറയുന്നുണ്ട്. ഗോവിന്ദൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ള ആളല്ലേ, അതുകൊണ്ട് ടെൻഷനാകണ്ട, ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങളെല്ലാം കഴിയുമ്പോൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ വീട്ടിലാക്കിയിട്ടാണ് കനക പോകുന്നത്. അങ്ങനെ അവർ വണ്ടി കയറി പോകുന്നത് വളരെ ടെൻഷനോടുകൂടി നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ. ഈ സമയം അനന്തപുരിയിലെ ചന്തുമോളെ കളിപ്പിക്കുകയാണ് നയനയും അതുപോലെ തന്നെ ദേവയാനും കൂടി. ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ഇത് കാണുന്ന ജലജയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ജലജ വന്നിട്ട് പറയുന്നുണ്ട്, എവിടെയാണ്ട് കിടന്ന ഒരു പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് അതിനെ കൊഞ്ചിച്ചിൽ ലാളിച്ച് ഇരിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതിനൊക്കെ ലോട്ടറിയാണല്ലോ അടിച്ചത്, അനന്തപുരി പോലെ ഒരു വീട്ടിൽ വന്ന് താമസിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ലോട്ടറി വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോൾക്ക് കിട്ടിയ ലോട്ടറി ഏറ്റവും ആദ്യം കിട്ടിയത് നിനക്കാണ് എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നു പോകരുത്. ഇതിൻ്റെ പടി ചവിട്ടാൻ യോഗ്യതയില്ലാത്ത നിന്നെ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, മകളെ പോലെ വളർത്തി, അത് നീ മറക്കാതിരിക്കുന്നത് നല്ലതാ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതിങ്ങനെ അവർക്ക് കിട്ടുന്നതെല്ലാം ഭാഗ്യം കൊണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അർഹത കൊണ്ട് കിട്ടിയാൽ പോലും അത് ലോട്ടറിയാണെന്ന് പറഞ്ഞ് അതിനെ കളിയാക്കാനും കുത്തി പറയാനും ഒക്കെ ആണല്ലോ ഇവർക്ക് അറിയത്തുള്ളൂ എന്ന് നയന പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുക, അയ്യോ അതിൻ്റെ ആക്രാന്തം കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാതെ കിടന്ന കുട്ടികളെ പോലെയാ കഴിക്കുന്നത്, അങ്ങ് വാരി വായിലോട്ട് വെച്ച് കൊടുക്ക്, ലാസ്റ്റ് ഇതൊക്കെ ഇവിടെ തന്നെ പാരയാകുക എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ തുള്ളിച്ചാടി അങ്ങ് പോവുകയാണേ. ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കൊച്ചിനെ കൊഞ്ചിക്കുന്നതും അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതൊന്നും. ഏതായാലും ജലജ അങ്ങ് പോയി കഴിഞ്ഞഴിക്കും നയനയുടെയും ദേവേനയുടെയും മുഖം അങ്ങ് മാറും കേട്ടോ. കൊച്ചി ഇതെല്ലാം കേട്ടല്ലോ. നേരം നയന പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, മോൾക്ക് ഞങ്ങൾ കൂട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരമാണ് ആദർശ് അങ്ങ് ഇറങ്ങി വരുന്നത്. അന്നേരം നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങി ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ദേവയാനി വിളിക്കും. എന്നിട്ട് മോളെ ഒന്ന് എടുക്കുക എന്ന് പറയും. അങ്ങനെ ആദർശ് ചന്തുമോളെ എടുത്തിട്ട് മോളോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് കളിപ്പാട്ടമൊക്കെ വേണോ? അന്നേരം വേണമെന്ന് പറയുമ്പോൾ ആദർശ് പറയും, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ മോൾക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് വരാം കേട്ടോ എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാതെ മേടിച്ചുകൊണ്ട് കൊടുക്കണ്ടേ, ഇങ്ങോട്ട് കാണിക്കുക, ഞാൻ മോളെ കൊണ്ട് പുറത്ത് പോയിരുന്ന് കളിച്ചോളാം എന്ന് പറഞ്ഞ് നയന മോളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നയന മോൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടികളെ, അതുകൊണ്ട് അവൾ പെട്ടെന്ന് ചന്തുമോളുമായിട്ട് അടുത്തു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതെല്ലാം ഓർക്കുമ്പോൾ ആദർശിന് ഭയങ്കര സങ്കടവും. കാരണം വീട്ടിൽ കുട്ടികളില്ലാതെ ഒരു കുട്ടി വന്നത്തേക്കും നയനയും ദേവയാനിയും ഒക്കെ
ആ കുട്ടിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ഇനിയിപ്പോൾ സത്യം അറിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്തുള്ള ടെൻഷനുണ്ട് ആദർശിന്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയ്ക്കാണെങ്കിൽ പെയിൻ വന്നു തുടങ്ങി കേട്ടോ നല്ല രീതിയിൽ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി പ്രസവ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം ആകെ ടെൻഷനാണ് നവ്യയ്ക്ക്. പേടിയുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, അമ്മേ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ ഓപ്പറേഷൻ റൂമിലേക്ക് പോകുന്നത്. അബി നീ പേടിക്കുകയൊന്നും വേണ്ട, എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന നവ്യനെ പ്രസവിക്കാനായിട്ട് കയറ്റിക്കൊണ്ട് പോയതിന് ശേഷം അബി ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുക. അന്നേരം ഇതിനെക്കുറിച്ചുള്ള ടെൻഷനാണോ എന്ന് ഓർത്ത് കനക പറയും, മോൻ ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെയാണ് എല്ലാ പെൺകുട്ടികളും എന്ന് പറയുമ്പോൾ അബി പറയും, ഓ അവളെ അവസാനം ആ നോക്കിയ നോട്ടം എനിക്കങ്ങ് വിഷമമാവുകയാണെന്ന് പറയുമ്പോൾ ഭാര്യമാരെ സ്നേഹിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ഇങ്ങനെ നമുക്ക് തോന്നും. അതുകൊണ്ട് മോനൊന്നും കാര്യമാക്കണ്ട എന്ന് പറയും. അന്നേരം അബി പറയും, ഓ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇവളോട് ദേഷ്യമാണ്, അമ്മ ഇതുവരെ മാറിയിട്ടില്ല, ഞാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കി, എന്നിട്ട് അമ്മയ്ക്ക് ആ ദേഷ്യം മാറുന്നില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അത് സാരമില്ല, അവളെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ മോന് സാധിക്കുന്നുണ്ടല്ലോ, അത് മതി, ഏതൊരു പെൺകുട്ടിക്കും പിടിച്ചു നിൽക്കാൻ ഇതൊക്കെ മതിയെന്ന് പറയുക. അന്നേരം കള്ളത്തരം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അബിയുടെ മുഖത്ത്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശനാണെങ്കിൽ ഈ കള്ളത്തരം ഇങ്ങനെ മൂടി വെച്ചിട്ടിരിക്കുന്നതുകൊണ്ടുള്ള അസ്വസ്ഥതയും വിഷമവും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശ റൂമിലേക്ക് വന്നിട്ട് ചോദിക്കും, നീ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടോ, എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഈ കള്ളത്തരമൊക്കെ ഇങ്ങനെ മൂടി വെക്കാനായിട്ട് പറ്റത്തില്ല, നയനോടെങ്കിലും എനിക്ക് തുറന്നു പറയണം, അവളൊരു തെറ്റ് കാണിച്ചപ്പോൾ ഞാൻ എന്നോട് മറച്ചു വെച്ചു എന്നതിൻ്റെ പേരിൽ അവളെ നല്ല രീതിയിൽ വിഷമിപ്പിച്ചു, വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തതാണ്, ഞങ്ങളുടെ ഇടയിൽ ഇനി ഒരു മറയും ഉണ്ടാകില്ല, എന്താണെങ്കിലും തുറന്നു പറയുന്നു, അതുകൊണ്ട് എനിക്കിത് നയനയോട് പറയണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ, നിന്നോട് നയനമോൾ പറയാതിരുന്ന കാര്യങ്ങൾ അത് പറയാതിരുന്ന എന്നതിൻ്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകും. ഏതായാലും ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെ നയനമോൾ ഇത് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ട് എന്ന് പറയുന്നത് കേട്ട് നിൽക്കാനോ അത് സഹിക്കാനോ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നിരുത്സാഹപ്പെടുത്തുകയാണ്. ആദർശ് ഈ കാര്യം നയനയോട് പറയണ്ട എന്ന് പറഞ്ഞ് അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒരുപാട് ദിവസം ഒന്നും ഇതിങ്ങനെ മറച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് വലിയ റിസ്ക്കാണ് എന്ന് പറയുമ്പോൾ നോക്കട്ടെ, സമയം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഇതിൻ്റെ സത്യം അന്വേഷിച്ച് ഞാൻ പോകാത്തത് ആ കുട്ടി എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് മുത്തശ്ശൻ പറയുക. മുത്തശ്ശൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഒരു കളിപ്പാട്ടമാണ് ആദർശിന് കളഞ്ഞു കിട്ടിയെന്ന്. അതിൻ്റെ പേരിലുള്ള പേരുദോഷമാണ് അവൻ്റെ തലയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഏതായാലും മുത്തശ്ശൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു വേണമെങ്കിൽ അബി എടുത്തു കൊടുത്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലാണ്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് പാകമാക്കുക. അന്നേരം അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈശ്വര ഞാൻ എടുത്താൽ പോലും ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് ഡ്രസ്സ് കിട്ടത്തില്ല, ഇതിപ്പോൾ അവൻ എനിക്ക് ഇത്രയും കറക്റ്റായിട്ട് എൻ്റെ അളവിന് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തന്നല്ലോ എന്ന് ഓർത്തിങ്ങനെ ചിന്തിച്ചിരിക്കുക. അന്നേരമാണ് എല്ലാവരും ഉപദേശിച്ചിട്ടാണല്ലോ നന്ദുവിനെ ഇങ്ങനെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഏതായാലും അത് ഓർത്തിരിക്കുക. കറക്റ്റ് ആനി വിളിക്കും. അന്നേരം വേറെ നിവർത്തിയില്ലാണ്ട് ഫോൺ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ആനി പറയുന്നുണ്ട്, ഇന്നെങ്കിലും ഫോൺ എടുത്താൽ നല്ല കാര്യം എന്ന് പറയുമ്പോൾ, എന്തിനാനി നീ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ആനി പറയുന്നുണ്ട്, ഇന്ന് ഞാൻ വിളിച്ചത് എൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല, ഇവിടെ നടക്കുന്ന സംഭവം വല്ല നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അതും പ്രശ്നമൊന്നുമില്ല, നിൻ്റെ ചേച്ചീനെ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, മിക്കവാറും ഇന്ന് തന്നെ നിൻ്റെ ചേച്ചി ഒരു അമ്മയാകുമെന്ന് പറയുമ്പോൾ, ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ എന്ന് ചോദിക്കും. അപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് എന്നിട്ട് പറയുന്നുണ്ട്, പ്രശ്നം മൊത്തം എനിക്കാണ്, നീ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും എൻ്റെ ഫോണൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കൊന്നും നേരാവണ്ണം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജ്വല്ലറി പോയിട്ടും അവിടെ പുഴുങ്ങിയിരിക്കുവാണ്, എനിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ അഭിയേട്ടനെ പോലെ തന്നെ നിന്നെയും അവർ ആ ജ്വല്ലറി ചവിട്ടി പുറത്താക്കും, എല്ലാം നല്ല രീതിയിൽ ചെയ്യേണ്ടടാ എന്ന് ചോദിക്കും. നേരം അനി പറയുന്നുണ്ട്, അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ, 3 നേരം ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടും, പിന്നെ എൻ്റെ കാര്യമല്ലേ, അതിനുവേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാർ ചെയ്യുന്ന പോലെ വല്ല
ഡെലിവറി ബോയോ ആയിക്കോളാം, എങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദുവിനോട് ഇനിയും അനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ഇരിക്കരുത്, ഫോൺ എടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ കട്ട് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ കാഴ്ചകളാണ്. ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ് കനകയും അതുപോലെ തന്നെ അഭിയും. അന്നേരം അങ്ങോട്ട് ആദർശും അതുപോലെ തന്നെ നയനയും വരുന്നുണ്ട്. അന്നേരം നയനയ്ക്ക് ടെൻഷൻ, അഭി ഈ വിവരം വല്ല കനകയോട് പറഞ്ഞു കാണുമോ എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അവനോട് പറയരുതെന്ന് നമ്മൾ പറഞ്ഞിരുന്നതല്ലേ, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. ഏതായാലും അവർ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കനക പറയും, പ്രസവ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഇന്ന് സുഖപ്രസവം നടക്കുമായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ. ഏതായാലും ആദർശിന് സംശയം, ഇനി അഭി പറഞ്ഞു കാണുമെന്ന്. അഭിയെ മാറ്റി നിർത്തി ചോദിക്കും, എടാ ചന്തുമോളുടെ കാര്യം നീ ഇവിടെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ ഏട്ടാ, എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും. അന്നേരം ഡോക്ടർ ഇറങ്ങി വരും. നവ്യയുടെ ഹസ്ബൻഡ് ആരാണ് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ അഭി മനസ്സിൽ ഓർത്ത്, ഈശ്വര, കുഞ്ഞിനോ അല്ലെങ്കിൽ തള്ളയ്ക്കോ എന്തെങ്കിലും പറ്റിയെന്ന് പറയണേ എന്ന്. ഏതായാലും അതൊന്നും അല്ലായിരുന്നു. റിസൾട്ട് കുട്ടിയുണ്ടായി, സുഖപ്രസവമായിരുന്നു, ആൺകുഞ്ഞാണ്, അമ്മയ്ക്കും മോനും യാതൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയുന്നു. അപ്പോഴേക്കും അഭിയുടെ മുഖം അങ്ങ് മങ്ങും കേട്ടോ. പക്ഷേ നയനയും കനകയും ഒക്കെ ഒരുപാട് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. അന്നേരത്തേക്കും ആദർശാണെങ്കിൽ പറയും, ഏതായാലും നല്ല കാര്യം, നല്ല വാർത്തയാണല്ലോ കേൾക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലുള്ളവർക്കും അതുപോലെ ജ്വല്ലറിയിലും എല്ലാവർക്കും മധുരം കൊടുക്കണ്ടേ, നമുക്ക് പോയി മേടിക്കാടാ എന്ന് പറഞ്ഞ് അഭിയെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, നീ ഭാഗ്യവാനാ, മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളുടെ ആദ്യം അച്ഛനായത് നീയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശം. എന്നിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കഴിയുമ്പോൾ അഭി പറയാ, അത് ഏട്ടൻ പറഞ്ഞ കാര്യത്തിൽ തിരുത്തുണ്ട്, ആദ്യം അച്ഛനായത് ചന്തുമോളുടെ കാര്യം വെച്ചാണെങ്കിൽ ശരിക്കും ചേട്ടനല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം അതെൻ്റെ തലയിൽ വെച്ചു എന്ന് കരുതി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ഇനി ഇപ്പോൾ അത് അങ്ങനെ തന്നെയാണെന്നെങ്ങാനും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷേ എന്നോടെങ്കിലും ഏട്ടൻ ഇതങ്ങ് സമ്മതിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അഭി ആദർശിനെ അങ്ങ് കുത്തി പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമുക്കാണെങ്കിൽ കലി വരും. കാരണം ഇന്നത്തെ കാലത്തൊരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. കുറഞ്ഞ പക്ഷേ ആ കുട്ടിയുടെ മുടിയും ഈ 3 കൊച്ചുമക്കളുടെ മുടിയും കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇനി ആ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ പേരിൽ ആദർശിനെ കുറേ വിഷമിപ്പിക്കും, ആദർശിനെ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തും, അതിൻ്റെ പേരിൽ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അഭി ശ്രമിക്കും. ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഏതായാലും അഭി പറയുന്ന കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ എന്താണെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.